രണ്ട് ലോകങ്ങളുടെ കഥ പറയുന്ന കുട്ടന്റെ ഷിനിഗാമി പ്രേക്ഷകർക്ക് പുതിയ അനുഭവമാകുന്നു. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സമീറിന് ശേഷം റഷീദ് പാറക്കലിന്റെ സംവിധാനത്തിലാണ് കുട്ടന്റെ ഷിനിഗാമി എത്തുന്നത്. റഷീദ് പാറക്കൽ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയകരമായി ഓടുകയാണ്. ഷിനിഗാമി എന്ന പദം മലയാളിയെ സംബന്ധിച്ച് താരതമ്യേന പുതിയ ഒന്നാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ മിഥോളജിയിലെ മരണദൈവം കാലൻ ആണല്ലോ. കാലന് സഹായവുമായി ചിത്രഗുപ്തനെ പോലെ ചില ചെറിയ ചെറിയ ദൈവങ്ങളുമുണ്ട്. അതുപോലെ ജാപ്പാനീസ് സങ്കല്പത്തിലെ മരണത്തിന്റെ ഉപദൈവങ്ങളാണ് ഷിനിഗാമികൾ. ഇങ്ങനെ ഒരു ഷിനിഗാമി കേരളത്തിലെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് വന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കഥയാണ് കുട്ടന്റെ ഷിനിഗാമി എന്ന സിനിമ പറയുന്നത്. ചിത്രത്തിൽ ഷിനിഗാമിയായി എത്തുന്നത് ഇന്ദ്രൻസ് ആണ്. ചിത്രത്തിൽ ബാല്യകാലങ്ങൾ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ പശ്ചാത്തലമായി വരുന്ന ഒരു മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് ജാഫർ ഇടുക്കി എന്ന നടനാണ്. മലയാള സിനിമയിൽ ഒരു പക്ഷേ ആദ്യമായായിരിക്കും ജാഫർ ഇടുക്കിയുടെ ഒരു മുഴുവൻ പാട്ട് സിനിമയുടെ ഭാഗമായി വരുന്നത്. കുട്ടേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തായ വാസുവിനെ അവതരിപ്പിക്കുന്നത് നിർമ്മാതാവായ അഷ്റഫ് പിലാക്കൽ എന്ന നടനാണ്. സിനിമയിലെ പല സന്ദർഭങ്ങളിലും നിർണായകമായ മുഹൂർത്തങ്ങളിൽ തന്റെ ചടുലമായ ഇടപെടലുകളിലൂടെ കുട്ടന്റെ കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു രക്ഷാ കവചമായി അഷ്റഫ് പിലാക്കലിന്റെ കഥാപാത്രം വരുന്നുണ്ട്. ആക്ഷൻ സീനുകളിൽ അഷ്റഫ് പിലാക്കൽ ഒരു പരിചയസമ്പന്നനായ നടനായി തന്നെ നമുക്ക് അനുഭവപ്പെടും. എല്ലാം ഉണ്ട്. നിങ്ങളുടെ സീനും അടിപൊളിയായിട്ട് അടിപൊളി വെച്ചാല് നമുക്കൊരു ഫാമിലിക്ക് വന്നിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. കാരണം വെച്ചാൽ എന്റെ സ്റ്റോറി നല്ല കുഴപ്പമില്ലാത്ത ഇത്രയും കാലമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെയുള്ള ഒരു പടം, ഒരു വ്യത്യസ്തമായ പടമാണ്. മലയാളത്തിലെ പ്രഗത്ഭ അഭിനേത്രിയായ പ്രിയങ്ക ഈ സിനിമയിൽ കുട്ടേട്ടന്റെ അടുത്ത സുഹൃത്ത് വാസുവിന്റെ ഭാര്യയായി അഭിനയിക്കുന്നുണ്ട്. ശിവജി ഗുരുവായൂർ, സുനിൽ സുഗത, ശ്രീജിത്ത് രവി, അനീഷ് വളാഞ്ചേരി എന്നിവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. ജാഫർ ഇടുക്കിയുടെ കുട്ടേട്ടന്റെ കഥാപാത്രത്തിന്റെ ഭാര്യയെ അഭിനയിച്ചിരിക്കുന്ന അഖില സ്വാഭാവികത അനുഭവിപ്പിക്കുന്ന തരത്തിൽ അഭിനയിച്ചിരിക്കുന്നു. മകളായി വന്ന ദേവി ചന്ദനയും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ചെറിയൊരു വേഷത്തിൽ സംവിധായകനും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. NCV ന്യൂസ് എടപ്പാൾ.